Hi everyone, welcome back to the world of English. എല്ലാവർക്കും എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും നന്നായിട്ട് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ വരുത്തുന്ന ചില മിസ്റ്റേക്സ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യണമെന്ന്. കാരണം സംസാരിക്കുന്നവർ മാത്രമേ മിസ്റ്റേക്സ് വരുത്തുള്ളൂ, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വരുത്താൻ സാധ്യതയുള്ള 10 മിസ്റ്റേക്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. അപ്പം ഈ 10 മിസ്റ്റേക്സ് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഒരിക്കലും ഈ മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തുന്നില്ല എന്ന് മേക്ക് ഷുവർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലുമോ നിങ്ങളോട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് ഇത് കറക്റ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. ഒന്നാമത്തെ സിറ്റുവേഷൻ ഇതാണ്, ഷീ ഈസ് മോർ ടോൾ ദാൻ മീ. ശ്രദ്ധിച്ചേ, ഷീ ഈസ് മോർ ടോൾ ദാൻ മീ. അവള് എന്നെക്കാട്ടിലും പൊക്കമുള്ള ഒരാളാണ്, അവൾക്ക് എന്നെക്കാട്ടിലും പൊക്കമുണ്ട്. ഇതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മോർ ടോൾ, മോർ ടോൾ. ശരിയാണോ? അല്ല, ഇവിടെ ഒരു തെറ്റുണ്ട്. ഇത് പലരും വരുന്നൊരു മിസ്റ്റേക്കാണ്. മോർ ടോൾ. എന്നാൽ ടോൾ എന്ന് പറയുന്ന വാക്ക്, പൊക്കം, കൂടുതൽ പൊക്കത്തിന് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ടോളർ. കണ്ടോ? അപ്പോൾ മോർ ടോൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് ഈക്വൽ ടു ടോളർ. അപ്പോൾ ടോളർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. മോർ ടോൾ എന്ന് പറയുന്നൊരു എക്സ്പ്രഷൻ നമുക്ക് ഇംഗ്ലീഷിലില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? അവൾ എന്നേക്കാൾ പൊക്കമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അവൾക്ക് എന്നേക്കാളും പൊക്കമുണ്ട് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? ഷീ ഈസ് ടാളർ ദാൻ മീ. എങ്ങനെ? ഷീ ഈസ് ടാളർ ദാൻ മീ. അപ്പോൾ ഒന്നാമത്തെ മിസ്റ്റേക്ക് മനസ്സിലായല്ലോ. അത് കറക്റ്റ് ചെയ്യുക, കൃത്യമായിട്ട് പറയുക. ഷീ ഈസ് ടാളർ ദാൻ മീ. അടുത്തൊരു സെന്റൻസ് ശ്രദ്ധിച്ചു കേട്ടോ. ഐ ഹാവ് വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക്. ഐ ഹാവ് വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക്. കേൾക്കാനൊക്കെ നല്ല രസമുണ്ടല്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയേ. ഐ ഹാവ് വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക്. തെറ്റാണ്. ഇവിടെ നമ്മൾ എന്താ ഉദ്ദേശിച്ചെന്നറിയാമോ? ഞാൻ കഴിഞ്ഞ ആഴ്ച മുംബൈ വിസിറ്റ് ചെയ്തു എന്നാണ്. പക്ഷേ അത് തെറ്റായിട്ടുള്ളൊരു എക്സ്പ്രഷനാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച മുംബൈ വിസിറ്റ് ചെയ്തു എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? അതറിയാമോ? അപ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ആ മിസ്റ്റേക്കിലേക്ക് നമുക്ക് പോവാം. ഐ ഹാവ് വിസിറ്റഡ് മുംബൈ. അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യുകയാണെന്ന് വെച്ചോ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ഞാൻ മുംബൈ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ. ഐ ഹാവ് വിസിറ്റഡ് മുംബൈ എന്ന് വെച്ചാൽ ഞാൻ മുംബൈ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? ഞാൻ കഴിഞ്ഞ ആഴ്ച മുംബൈ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ല, ചെയ്തു. അപ്പോൾ അതെങ്ങനെ പറയണം? ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക്. അത് ഇവിടെ ഹാവിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതായത് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നല്ല അർത്ഥം, ഞാൻ വിസിറ്റ് ചെയ്തു. അതായത് ഞാനൊരു പെർട്ടിക്കുലർ ടൈം ഇൻ ദ പാസ്റ്റ്, അതായത് കഴിഞ്ഞ സമയം, ഒരു പ്രത്യേക സമയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, അതായത് കഴിഞ്ഞ ആഴ്ചയെക്കുറിച്ച്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പാസ്റ്റ് ഫോമാണ്. ആ ഒരു ഫോമാണ് നമ്മളോട് പറഞ്ഞത്. ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക്. പറഞ്ഞോളൂ, ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക്. എന്നാൽ ഞാൻ മുംബൈ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഐ ഹാവ് വിസിറ്റഡ് മുംബൈ. ഐ ഹാവ് വിസിറ്റഡ് മുംബൈ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ മുംബൈ കഴിഞ്ഞ ആഴ്ച വിസിറ്റ് ചെയ്തു. എങ്ങനെ പറയും? ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക്. അവനത് തന്നില്ല, അവനത് തന്നില്ല, അല്ലെങ്കിൽ അവനത് കൊടുത്തില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഇപ്പോൾ ഗീവ് എന്ന് പറഞ്ഞൊരു വാക്കാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്, അല്ലേ? എന്നാൽ കൊടുത്തില്ല, തന്നില്ല, ഇതൊക്കെ പാസ്റ്റ് ആണല്ലോ, കഴിഞ്ഞ കാര്യമല്ലേ? അപ്പം മിക്കവാറും ആളുകൾ സെന്റൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഹി ഡിഡ് നോട്ട് ഗേവ് ഇറ്റ്. ഹി ഡിഡ് നോട്ട് ഗേവ് ഇറ്റ്. ഹി ഡിഡ് നോട്ട് ഗേവ്. ഗേവ് എന്ന് വെച്ചാൽ പാസ്റ്റ് അല്ലേ? ഡിഡ് നോട്ട് എന്ന് വെച്ചാൽ കൊടുത്തില്ല. ഹി ഡിഡ് നോട്ട് ഗേവ് ഇറ്റ്. ശരിയാണോ? അല്ല, അവിടെ ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. കാരണം ഡിഡ് എന്നുള്ള വാക്ക് വന്നു കഴിഞ്ഞാൽ അത് ഓൾറെഡി പാസ്റ്റായി. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ഗേവ് എന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓൾറൈറ്റ്? അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ എങ്ങനെ പറയേണ്ടത്? അവനത് കൊടുത്തില്ല, അല്ലെങ്കിൽ അവനത് തന്നില്ല. എങ്ങനെ പറയാം? ഹി ഡിഡ് നോട്ട് ഗീവ് ഇറ്റ്. കണ്ടോ? ഡിഡ് പ്ലസ് ഗീവ് ആണ് ഗേവ് എന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഡിഡ് വന്നു കഴിഞ്ഞാൽ ഗേവ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഗീവ് എന്ന് പറയുന്ന ബേസ് ഫോം മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഡിഡ് പ്ലസ് ഗീവ് ഈസ് ഈക്വൽ ടു ഗേവ്. ഓക്കെ? അപ്പം ഹി ഡിഡ് നോട്ട് ഗീവ് ഇറ്റ്. ഓക്കെ? ഹി ഡിഡ്ന്റ് ഗീവ് ഇറ്റ്. അവനത് കൊടുത്തില്ല, അവനത് തന്നില്ല. ഒന്ന് പറഞ്ഞോളൂ, ഹി ഡിഡ്ന്റ് ഗീവ് ഇറ്റ്. ഹി ഡിഡ് നോട്ട് ഗീവ് ഇറ്റ്. ഓക്കെ? ഹി ഡിഡ്ന്റ് ഗീവ് ഇറ്റ്. അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ പോലും തെറ്റ് വരുത്തുന്ന ഒരു സെന്റൻസ് ആണിത്. ശ്രദ്ധിച്ച് കേട്ടോളൂ. വൺ ഓഫ് മൈ ഫ്രണ്ട് ഈസ് എ ടീച്ചർ. വൺ ഓഫ് മൈ ഫ്രണ്ട് ഈസ് എ ടീച്ചർ. എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ ഒരു അധ്യാപകനാണ്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ ഒരു അധ്യാപകനാണ്. അപ്പോൾ വൺ ഓഫ് മൈ ഫ്രണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അത് തെറ്റായിട്ടുള്ള എക്സ്പ്രഷനാണ് കേട്ടോ. നമ്മൾ പറയേണ്ടത് എന്താണ്?
എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ. കണ്ടോ, എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. ഇനി ഈ ഫ്രണ്ട്സ് എന്ന് വരുമ്പോൾ കൂട്ടുകാരെ കുറിച്ചാണോ പറയുന്നത് നമുക്കൊരു സംശയം വരാം. എന്നാൽ അങ്ങനെയല്ല. കാരണം വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ, ഈ ഒരാളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സെന്റൻസ് എങ്ങനെയായിരിക്കണം? വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് എ ടീച്ചർ. കണ്ടോ, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് എ ടീച്ചർ. ഒന്ന് പറഞ്ഞു നോക്കിക്കോളൂ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് എ ടീച്ചർ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. അതിൻ്റെ ഒപ്പം വരേണ്ടത് എപ്പോഴും സിംഗുലർ ആയിരിക്കണം കേട്ടോ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് എ ടീച്ചർ. ക്ലിയർ ആണല്ലോ? നമ്മുടെ ഹെൽപ്പിംഗ് വേർബ് സിംഗുലർ ആയിട്ട് വരണം. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് എ ടീച്ചർ. ഇതുപോലെ തന്നെ സിമിലർ ആയിട്ട് നമ്മൾ മിസ്റ്റേക്ക് വരുന്ന ഒരു സെന്റൻസ് ആണ് എവ്രി വൺ ആർ ഹാപ്പി. എല്ലാവരും സന്തോഷവാന്മാരാണ് അല്ലേ? എവ്രി വൺ ആർ ഹാപ്പി. നോ, പറയാൻ പാടില്ല. നമ്മളൊരു ക്രൗഡിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും അതിലുള്ള ഓരോരുത്തരെയും കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കൂട്ടത്തിൽ ഓരോരുത്തരും. സോ ഇറ്റ് ഷുഡ് ബി എവ്രി വൺ ഈസ് ഹാപ്പി. നോട്ട് എവ്രി വൺ ആർ, എവ്രി വൺ ഈസ് ഹാപ്പി. ആ കൂട്ടത്തിലുള്ള ഓരോരുത്തരും സന്തോഷവാനാണ്, സന്തോഷവതിയാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് എങ്ങനെ പറയാം? എവ്രി വൺ ഈസ് ഹാപ്പി. എവ്രി വൺ ഈസ് ഹാപ്പി. പറഞ്ഞോളൂ, എവ്രി വൺ ഈസ് ഹാപ്പി. ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷനിലേക്ക് പോകാം കേട്ടോ. 6ാമത്തെ സിറ്റുവേഷനാണ്. നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചെല്ലുന്നു. അപ്പം വേറൊരു ഫ്രണ്ടിനെ കാണുന്നു. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ് ഹീസ് എ കോമൺ ഫ്രണ്ട് അല്ലേ? അവൻ നമുക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, കോമൺ ഫ്രണ്ട് എന്ന് പറയുന്നത്, അതൊരു സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ അല്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമുക്ക് ഫേസ്ബുക്കിലേക്ക് പോവാം. ഫേസ്ബുക്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ടേം ഉണ്ട്. അതായത് എനിക്കൊരു ഫ്രണ്ടുണ്ട്, കൂടെ ഒരു ഫ്രണ്ടുണ്ട്. അയാളെ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ 3ാമത്തെ ആളും 2ാമത്തെ ആളും ഫ്രണ്ട്സാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു ടേമാണ് മ്യൂച്വൽ ഫ്രണ്ട്. എന്താണ്? കോമൺ ഫ്രണ്ട് അല്ല, മ്യൂച്വൽ ഫ്രണ്ട്. സോ ഹീസ് ആർ മ്യൂച്വൽ ഫ്രണ്ട്. പറഞ്ഞേ, ഹീസ് എ മ്യൂച്വൽ ഫ്രണ്ട്. കോമൺ ഫ്രണ്ട് എന്നല്ല പറയുന്നു, ഹീസ് അവർ മ്യൂച്വൽ ഫ്രണ്ട്. പറഞ്ഞോളൂ, ഹീസ് എ മ്യൂച്വൽ ഫ്രണ്ട്. ഓക്കെ, എനിക്കും മറ്റൊരാൾക്കും ഒരുപോലെ ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാൾ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് മ്യൂച്വൽ ഫ്രണ്ട്. ഹീസ് ആർ മ്യൂച്വൽ ഫ്രണ്ട്. ഇനി ഇന്നത്തെ കാലം നമ്മൾ കാണുന്ന വലിയൊരു ട്രെൻഡാണ്. ആളുകളൊക്കെ UK പോകുന്നു, കാനഡയ്ക്ക് പോകുന്നു, ഓസ്ട്രേലിയക്ക് പോകുന്നു. ശരിയല്ലേ? അപ്പോൾ പലരും പറയുന്നൊരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണ് ഐ എം ഗോയിങ് ടു എബ്രോഡ്. ഐ എം ഗോയിങ് ടു എബ്രോഡ്. വിദേശത്തേക്ക് പോവുകയാണ്. എബ്രോഡ് എന്നാണ് അതിനുള്ള വാക്ക്. ഐ എം ഗോയിങ് ടു എബ്രോഡ്. ദാറ്റ്സ് എ റോങ് സെൻറ്റൻസ്. അത് ശരിയായിട്ടുള്ള സെൻറ്റൻസ് അല്ല. അതെങ്ങനെ പറയണം? ഐ എം ഗോയിങ് എബ്രോഡ്. ടുവിൻ്റെ ആവശ്യം നമുക്ക് അവിടെ ഇല്ല കേട്ടോ. ഞാൻ വിദേശത്തേക്ക് പോവുകയാണെന്ന് എങ്ങനെ പറയാം? ഐ എം ഗോയിങ് എബ്രോഡ്. ഐ ആം ഗോയിങ് എബ്രോഡ്. പറഞ്ഞു നോക്കിയേ, ഐ എം ഗോയിങ് എബ്രോഡ്. ഐ എം ഗോയിങ് എബ്രോഡ്. ഇനി നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് IELTS എക്സാം ക്ലിയർ ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട്. അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്കിവിടെ ആക്സെൻറ്റയിലുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ കോഴ്സ് അഡ്വൈസേഴ്സ് നമ്മുടെ IELTS പ്രോഗ്രാമിനെ കുറിച്ചും സ്പോക്കൺ ഇംഗ്ലീഷ് പ്രോഗ്രാമിനെ കുറിച്ചൊക്കെയുള്ള എല്ലാ വിവരങ്ങളും പറഞ്ഞു തരും. പേഴ്സണൽ ട്രെയിനറുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. അത് ഓൺലൈനായിട്ടും ചെയ്യാം, ഓഫ്ലൈനായിട്ടും ചെയ്യാം. നമ്മുടെ ഓഫ്ലൈൻ സെൻറ്ററുള്ള ചാലക്കുടിയിലാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഐ എം ഗോയിങ് എബ്രോഡ്. ഞാൻ വിദേശത്തേക്ക് പോവുകയാണ്. ഐ എം ഗോയിങ് എബ്രോഡ്. ക്ലിയർ ആണല്ലോ? നമുക്ക് ഇനി അടുത്ത സെൻറ്റൻസിലേക്ക് പോവാം. എത്ര സമയമായി, എത്ര മണിയായി നമ്മൾ ചോദിക്കാറില്ലേ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? പലരും ചോദിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ, വാട്ട് ടൈം ഇറ്റ് ഈസ്. വാട്ട് ടൈം ഇറ്റ് ഈസ്. നോ, അങ്ങനെയല്ല ചോദിക്കേണ്ടത്. ഇറ്റ് ഷുഡ് ബി വാട്ട് ടൈം ഇസ് ഇറ്റ്. എത്ര മണിയായി, എത്ര സമയമായി. എങ്ങനെ ചോദിക്കാം? വാട്ട് ടൈം ഇസ് ഇറ്റ്. ഓക്കെ, സംശയം വേണ്ട. കൃത്യമായിട്ടുള്ള എക്സ്പ്രഷൻ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. വാട്ട് ടൈം ഇസ് ഇറ്റ്. ഇനിയും സമയം എത്രയാണെന്ന് എങ്ങനെ സംശയമില്ലാതെ നമുക്ക് ചോദിക്കാൻ പറ്റും. വാട്ട് ടൈം ഇസ് ഇറ്റ്. വാട്ട് ടൈം ഇസ് ഇറ്റ്. ഓക്കെ, വാട്ട് ടൈം ഇസ് ഇറ്റ്. അടുത്ത സെൻറ്റൻസ് ഇതാണ്, അവൻ തിങ്കളാഴ്ചയോടുകൂടി തിരിച്ചു വരും. ഓക്കെ, അവൻ തിങ്കളാഴ്ചയോടുകൂടി തിരിച്ചു വരും. അതായത് തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് എത്തും എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അവൻ തിങ്കളാഴ്ചയോടുകൂടി തിരിച്ചെത്തും. സൺഡേ എത്താം, അല്ലെങ്കിൽ സാറ്റർഡേ എത്താം. അപ്പോൾ അത് നമ്മൾ ഇംഗ്ലീഷ് എങ്ങനെയാണ് പറയുന്നത്? ഹി വിൽ റിട്ടേൺ ബാക്ക് ബൈ മൺഡേ. പലരും പറയുന്നതാണ് കേട്ടോ, ഹി വിൽ റിട്ടേൺ ബാക്ക് ബൈ മൺഡേ. അവൻ തിങ്കളാഴ്ചയോടുകൂടി എത്തും. ഹി വിൽ റിട്ടേൺ ബാക്ക് ബൈ മൺഡേ. നോ, ഒരിക്കലും നമ്മൾ തെറ്റ് വരുത്താൻ പാടില്ല. റിട്ടേൺ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ഈക്വൽ ടു കം ബാക്ക്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ റിട്ടേൺ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക, അതായത് ഹി വിൽ റിട്ടേൺ ബൈ മൺഡേ, അവൻ തിങ്കളാഴ്ചയോടുകൂടി എത്തും. അല്ലെങ്കിൽ കം ബാക്ക് എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കുക, ഹി വിൽ കം ബാക്ക് ബൈ മൺഡേ. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഹി വിൽ റിട്ടേൺ ബൈ മൺഡേ, അല്ലെങ്കിൽ ഹി വിൽ കം ബാക്ക് ബൈ മൺഡേ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. റിട്ടേണും ബാക്കും ഒന്നിച്ച് ഉപയോഗിക്കാൻ പാടില്ല. ക്ലിയർ ആണല്ലോ? കാരണം റിട്ടേൺ എന്ന് വെച്ചാൽ കം ബാക്ക് എന്നാണ് അർത്ഥം. സോ ഹി വിൽ റിട്ടേൺ ബൈ മൺഡേ, ഹി വിൽ
കം ബാക്ക് ബൈ മൺഡേ. ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട രണ്ട് എക്സ്പ്രഷൻസ്. അവൻ തിങ്കളാഴ്ചയോടുകൂടി തിരിച്ചെത്തും. സോ ഹി വിൽ റിട്ടേൺ ബൈ മൺഡേ. ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ എക്സ്പ്രഷനിലേക്ക് പോവാണ് കേട്ടോ. നിന്നെ നേരിൽ കാണാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ്, അല്ലെങ്കിൽ നിന്നെ നേരിട്ട് കാണാനായി ഞാൻ നോക്കിയിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതിൽ ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്, പലരും തെറ്റുവരുത്തുന്നതാണ്. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റ് യു. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റ് യു. പഠിച്ചു വെക്കേണ്ട, കാരണം ഇത് തെറ്റാണ്. അങ്ങനെയല്ല സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ വരേണ്ടത്. ഇറ്റ് ഷുഡ് ഗോ ദിസ് വേ. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു. നിന്നെ നേരിട്ട് കാണുന്നത് നോക്കി ഞാൻ ഇരിക്കുന്നു, നിന്നെ നേരിട്ട് കാണുന്നത് പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു. ഒന്ന് പറഞ്ഞോളൂ. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു ഇൻ പേഴ്സൺ. ഇങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. സോ ഐ ലുക്ക് ഫോർവേഡ് ടു, അതിനുശേഷം ING ഫോം ഉപയോഗിക്കണം. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ പഠിച്ചത് 10 റൈറ്റ് സെൻറ്റൻസസ് ആണ്. അതായത് നമ്മൾ സാധാരണ വരുത്തുന്ന 10 തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ആ തെറ്റുകൾ നിങ്ങൾ ഒഴിവാക്കണം. കൃത്യമായിട്ട് ഗ്രാമാറ്റിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് നമ്മൾ സംസാരിച്ചു തുടങ്ങണം. ഈ ഗ്രാമർ പഠിക്കുക എന്നുള്ളതല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ്റെ ബേസ് എന്ന് പറയുന്നത്. സംസാരിച്ചു തുടങ്ങുക, നിങ്ങൾ വരുന്ന മിസ്റ്റേക്സ് മനസ്സിലാക്കുക, അതിനെ റെക്ടിഫൈ ചെയ്യുക, അങ്ങനെ നല്ല ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങുക. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ഐ വിഷ് ഓൾ ഓഫ് യു ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, സുഹൃത്തുക്കളെയും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നല്ല നല്ല ഇംഗ്ലീഷ് കോൺവെർസേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമുക്ക് സംസാരിക്കാം നല്ല ഇംഗ്ലീഷ്. ഐ വിഷ് ഓൾ ഓഫ് യു ഓൾ ദി വെരി ബെസ്റ്റ്.